നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏതെങ്കിലും ഒന്ന് തുറന്നാൽ അതിനകത്ത് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഒരാളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അയാളെ ഇൻസ്റ്റഗ്രാം ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി, വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും അയാളുടെ നമ്പർ കിട്ടിയാൽ വാട്സപ്പിൽ കയറി അയാളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ സെർച്ച് ചെയ്യാനും വേണമെങ്കിൽ ഫോളോ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് വാട്സപ്പിനകത്ത് നമുക്ക് ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വെബ്സൈറ്റിൻ്റെയും അതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡി, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അധികം ആളുകൾക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന അധികം ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2 മെത്തേഡാണ്, അതായത് ഒന്ന് വാട്സപ്പ് നോർമൽ വാട്സപ്പും രണ്ടാമത്തെ വാട്സപ്പ് ബിസിനസ്സുമാണ്. ഈ 2 മെത്തേഡിലൂടെയും എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ ഞാൻ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് ബിസിനസ്സിൽ താഴെ ഭാഗത്ത് കുറേ ഓപ്ഷൻസുകൾ കാണും. അതിൽ ഏറ്റവും അവസാനം കാണുന്ന ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ വലതുഭാഗത്ത് ഏറ്റവും അവസാനത്തിൽ കാണുന്ന ടൂൾസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന നേരം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്, ഞാനതൊന്നും പരിചയപ്പെടുത്തുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മുടെ പേര്, ഞാനിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരാണ് കൊടുത്തത്, ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ളത്. രണ്ടാമത്തെ എൻ്റെ ലൊക്കേഷനാണ്. മൂന്നാമതായിട്ട് എൻ്റെ വെബ്സൈറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ഒരു വെബ്സൈറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആഡ് അനദർ വെബ്സൈറ്റ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വെബ്സൈറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എത്ര വെബ്സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തൊട്ട് താഴെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം 2 ഓപ്ഷൻ. ഒന്ന് ഫേസ്ബുക്കാണ്, രണ്ടാമത്തെ ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാനൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇത് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നേരെ ഫേസ്ബുക്കിലേക്കും ഫേസ്ബുക്കിൽ നിന്ന് വാട്സപ്പിലേക്കും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടി ഇത് രണ്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻസ്റ്റഗ്രാം എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. പിന്നെ ഈ പാസ്വേഡ് മറന്ന ആളുകളാണെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ കാണാം. ഫേസ്ബുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരാൻ സാധിക്കും. അതായത് ഫേസ്ബുക്കിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ഒരാൾക്ക് കയറി വരാൻ സാധിക്കും. അതുപോലെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇത് വാട്സപ്പ് ബിസിനസ്സിനകത്തുള്ള ഫീച്ചറാണ്. രണ്ടാമത്തത് നമ്മൾ പരിശോധിക്കുന്നത് നോർമൽ വാട്സപ്പിനകത്താണ്. നോർമൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഏറ്റവും അവസാനത്തിൽ ആഡ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളത്. ഇപ്പോൾ നോർമൽ വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. വാട്സപ്പ് ബിസിനസ്സിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ ഐ ഡി കൊടുത്ത് സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കും. മാത്രമല്ല ഇത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വരാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പരസ്പരം കണക്ട് ചെയ്യാനുള്ള സൗകര്യം വളരെ യൂസ്ഫുള്ളാണ്. മറ്റൊരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം. വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളിതിനകത്തേക്ക് വരുമ്പം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഏതൊക്കെ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം എന്ന് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് പോകും. അതായത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഓരോ ആപ്പും പ്രത്യേകം ക്ലിക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്യാം, ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യാം. സാധാരണ നമ്മൾ വാട്സപ്പിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓഫ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാൻ. അത് വേണ്ട, വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് പോകാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.